അപ്പോൾ അതിനിൽ ഒരുപാട് ചക്ക പിടിച്ചിട്ടുണ്ട്. മുകളിലൊക്കെ നിറയെ ചക്കയുണ്ട് കേട്ടോ. അപ്പോൾ കിളികൾ തന്നെയാണ് ഇതൊക്കെ കൊത്തി തിന്നാറ്. അപ്പോൾ താഴെ ഉണ്ടായ ഒരു ചക്കയിൽ ഒരുപാട് കിളികൾ ഒരുമിച്ച് പൂത്താങ്കിരികൾ വന്നിട്ട് ഇങ്ങനെ കുറേ നേരം കൊത്തി നോക്കിട്ടോ. എന്നിട്ട് ഈ ചക്കയാണെങ്കിൽ ഒട്ടും പഴുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൊക്കിൽ ഒരുപാട് പാശയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ആദ്യം കൊത്തി നോക്കി മടുത്ത് പോയിട്ടോ. പക്ഷേ ഒരാൾ മാത്രം അവിടെ നിന്നിട്ട് പിന്നെയും ഭയങ്കരമായിട്ട് കുറേ നേരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആൾക്ക് കിട്ടിയില്ല. പശയായപ്പോൾ ദേ തുടച്ചൊക്കെ കളയുന്നുണ്ട് പശ. എന്നിട്ട് പിന്നെയും കുത്തി ഇരുന്നിട്ട് കിട്ടാണ്ടായപ്പോൾ പറന്നുപോയി. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കുറേ കിളികളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ നമ്മൾ പറിച്ചെടുക്കാറുണ്ട് കേട്ടോ, അടിയിലുള്ളതൊക്കെ താഴെ ഭാഗത്തുള്ളതൊക്കെ. പിന്നെ എൻ്റെ റോസ് ഉണ്ടല്ലോ, ഈ റോസിന് ഇന്നലെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആകെ വാടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ പ്ലാന്റ് ഒട്ടും ഹെൽത്തി അല്ലാത്ത പോലെ തോന്നിയതുകൊണ്ട് കുറച്ച് 19 വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാ. അപ്പോൾ നന്നായിട്ട് പിന്നീട് ഇലകളൊക്കെ പ്ലാന്റ് നന്നായിട്ട് തന്നെ ഹെൽത്തി ആവാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ 19. ഇന്ന് കുറേ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞിട്ടോ. ഈ മഞ്ഞയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ, അത് പൂക്കളിലാവുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ ഈ മഞ്ഞ കളർ പൂക്കളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചെടീനെയും ഭയങ്കര ഇഷ്ടമാണ്. ഇതിലാണെങ്കിൽ നിറച്ചും ഇങ്ങനെ പൂക്കളുണ്ടാവും കേട്ടോ. ചെത്തിയുടെ 2-3 വെറൈറ്റീസൊക്കെ ഉണ്ട്. ഇത് ചെമ്പരത്തിയുടെ 2-3 വെറൈറ്റീസൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെമ്പരത്തിയും എനിക്ക് സ്പെഷ്യലാണ്. അതിലും അത്യാവശ്യം പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മഴക്കാറ് ആയതിൻ്റെ പേരിലാണ് ആകെ ഇങ്ങനെ ഇരുണ്ട് മൂടിക്കെട്ടി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കുക്കുംബറിനും അതുപോലെ പയറിനും പാവലത്തിനൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള പന്തലാണത്. അപ്പോൾ ആ ചെറിയ പന്തലാണെങ്കിലും അതിലൊക്കെ അവർ പിടിച്ച് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ താഴെ വെച്ചിട്ടുള്ള ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള മുളകാണ്. ഇതിൽ അത്യാവശ്യം മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചാൽ കുറച്ചുകൂടി നന്നാവുമെന്ന്. അപ്പോൾ അടുത്ത് തന്നെ ഇനി ഇവിടെ നിന്ന് മാറ്റും. പിന്നെ ഇതേ നമ്മൾ ഇന്നലെ മാറ്റി നട്ട നമ്മുടെ ആമ്പലാണ്. വെള്ളമൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റണം കേട്ടോ.